Dear students, here we discuss the topic time and distance. Time and distance. ഈ ടോപ്പിക്കിൽ വരുന്ന പ്രോബ്ലംസ് ഇതിന് നമുക്ക് അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ അനുസരിച്ചിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് ബേസിക് പ്രോബ്ലംസ്, മീഡിയം ലെവൽ പ്രോബ്ലംസ്, ടഫ് പ്രോബ്ലംസ്. ഇതിൽ ബേസിക് പ്രോബ്ലംസിൽ വരുന്നത് അതായത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കാർ ഓർ സൈക്കിൾ ഓർ മാൻ. ഈ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കാർ, സൈക്കിൾ ഓർ മാൻ എന്ന് പറയുമ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് 2 cars traveling in the same direction or in the opposite direction like that, then we have to find speed or time or distance like that. And the second is medium level problems, that is problems based on trains. That is, for example, if a train crosses a tunnel or it crosses a platform, like that. Then third is problems on boards and streams. This type of problem which is an entirely different types of problem. And the first two type ഇവിടെ concepts almost same ആണ്. ആദ്യത്തെ 2 ടൈപ്പിന് concepts are almost same ആണ്. സോ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് നോക്കണം. അതായത് ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് ഇവ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല. അതുപോലെ നമുക്ക് യൂണിറ്റ്സ് നോക്കാനുണ്ട്. അതായത് ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്ററിൽ അല്ലെങ്കിൽ സെക്കൻഡിൽ അല്ലെങ്കിൽ അവറിലായിരിക്കും തരാം. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്റർ ആണെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ അവർ, അല്ലെങ്കിൽ അതിനെ നമുക്ക് പരസ്പരം കൺവേർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും സ്പീഡിൻ്റെ യൂണിറ്റ്. ഇതിനെ നമുക്ക് പരസ്പരം കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ അതുപോലെ ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. ഇവ നമുക്ക് പരസ്പരം കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫോർമുലയിലേക്ക് നോക്കാം. സോ ഫസ്റ്റ് ബേസിക് ഫോർമുലാസ്. ഇപ്പോൾ ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ഇവ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല നോക്കാം. വി ഹാവ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡാണ്. ഡിസ്റ്റൻസ് ഈസ് ടൈം ഇൻറ്റു സ്പീഡ്. അപ്പം ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതുപോലെ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. നോക്കുക, അത് ഓർത്തിരിക്കാൻ നമുക്ക് ഈ ഒരു ഡയഗ്രാം സഹായിക്കും. അതായത് ഇവിടെ നോക്കുക, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് ഡിനോട്ട് ചെയ്തു. ദെൻ എസ് ഈസ് സ്പീഡ് ആൻഡ് ടി ഈസ് ടൈം. സോ ഡി വിച്ച് ഇസ് ഈക്വൽ ടു ചോദിച്ചാൽ ദാറ്റ് ഈസ് എസ് ഇൻറ്റു ടി ആണ്. എസ് ഇൻറ്റു ടി. ദെൻ എസ് ആണ് കാണേണ്ടതെങ്കിൽ എസ് ഈക്വൽ ടു ഡി ബൈ ടി. ഇവിടെ ഡി ബൈ ടി. അതുപോലെ ടി ആണ് കാണേണ്ടതെങ്കിൽ ടി ഈസ് ഡി ബൈ എസ്. അപ്പോൾ ഈ ഡയഗ്രാം ഓർത്തിരുന്നാൽ ഇവ നമുക്ക് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം, ഓർത്തിരിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇതിൻ്റെ കൺവേർഷൻ. സോ ഫസ്റ്റ് ടൈം നമുക്കറിയാം 1 hour ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. 1 hour ഈക്വൽ ടു 60 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ്, അതുപോലെ 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് 1 അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചെയ്യാൻ നോക്കാം. 1 hour ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ അവറുണ്ട്, അവറിനെ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 hour, അതായത് 1 ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? 60 മിനിറ്റ്. സോ വി ഹാവ് 1 hour ഈക്വൽ ടു 60 മിനിറ്റ്. ഇനി അത് 2 hour ആണെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മൾ? 2 ഇൻറ്റു 60. സോ ഇറ്റ് ഈസ് 120 മിനിറ്റ്. സോ അവറിനെ മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 60 ചെയ്യുക. ഇനി നേരെ തിരിച്ച് നമുക്ക് മിനിറ്റിനെ അവറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ മിനിറ്റിനെ നമുക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. സിമിലർലി ഇനി നമുക്ക് 1 മിനിറ്റ് ഈക്വൽ ടു നമുക്ക് 60 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണ്. സോ മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 മിനിറ്റ്, അതായത് 1 ഇൻറ്റു 60
1 into 60 ആണ്. സോ 60 സെക്കൻഡ്. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 60 ചെയ്യുക. നേരെ തിരിച്ച് സെക്കൻഡിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. സിമിലർലി 1 hour ഈക്വൽ ടു 60 into 60 സെക്കൻഡ് ആണ്. 60 into 60 സെക്കൻഡ് ആണ്. അപ്പോൾ 1 സെക്കൻഡ് എന്നാൽ 1/60 into 60 അവർ ആയിരിക്കും. ഇനി നമുക്ക് ഡിസ്റ്റൻസിൻ്റെ കൺവേർഷൻ നോക്കാം. നമുക്കറിയാം 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ ഈസ് 1000 മീറ്റർ. അപ്പോൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരെ തിരിച്ച് മീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കൺവേർഷൻസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓർത്തിരിക്കാം. ദെൻ ഇനി കൺവേർഷനിൽ തന്നെ നമുക്ക് അവറിൻ്റെ കൂടെ മിനിറ്റ് കൂടി തന്നു കഴിഞ്ഞാൽ, അവർ പ്ലസ് മിനിറ്റ് ആ രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, ഫോർ എക്സാമ്പിൾ 2 hours 24 minutes. 2 hours 24 minutes. അപ്പോൾ ഇവിടെ നമുക്ക് 24 മിനിറ്റിനെ നമുക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 24 divided by 60 it is 0.4. Therefore 2 hour 24 minutes ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2.4 hour. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവറിലേക്ക് മാറ്റി എഴുതാം. 2.4 hour. 2 hours 24 minutes ഇറ്റ് ഈസ് ഈക്വൽ ടു 2.4 hour. അപ്പം അവറിലും മിനിറ്റിലും കൂടിയാണ് തരുന്നതെങ്കിൽ നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യുക യൂസിങ് ഡെസിമൽ. ദെൻ നോക്കാം, ഇനി നമുക്ക് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് നമുക്ക് 1/2 ഇതിൻ്റെ ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. 1/2 എന്നാൽ 0.5. 1/4 എന്നാൽ 0.25. 3/4 എന്നാൽ 0.75. ഇനി 1/2 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 hour എന്ന് പറഞ്ഞാൽ 60 minutes ആണ്. അപ്പോൾ 1/2 hour എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിൻ്റെ ഹാഫ്, അതായത് 30 minutes. അപ്പോൾ 1/2 hour എന്ന് പറഞ്ഞാൽ 30 minutes ആണ്. 1/4 hour എന്ന് പറഞ്ഞാൽ 15 minutes ആണ്. അതുപോലെ 3/4 hour എന്ന് പറഞ്ഞാൽ 45 minutes ആണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുമ്പോൾ അപ്പോൾ 30 minutes എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെസിമലാണ്. അപ്പോൾ ഏത്? 0.5. 30 minutes എന്നാൽ 0.5. 15 minutes എന്നാൽ 0.25. അതുപോലെ 45 minutes എന്നാൽ 0.75. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇവിടെ ഒരു സർക്കിളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. 0 ഹിയർ ഇറ്റ് ഈസ് 25. Here it is 50. Then it is 25. And then here it is 100. Now ഇനി നമുക്ക് ക്ലോക്കിൽ 0 to 20 ഇവിടെ നോക്ക്, ഈ ഒരു ഡിസ്റ്റൻസ് ക്ലോക്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്നാൽ നമുക്ക് 15 minutes ആണ്. അപ്പോൾ 15 minutes അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഈസ് 0.25. ഇവിടെ 15 minutes ആണ് നമ്മുടെ ക്ലോക്കിൽ. അപ്പോൾ 15 minutes അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഈസ് 0.25. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് 30 minutes ആണ്. 30 minutes അതിൻ്റെ ഡെസിമൽ ഈസ് 0.5. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നു, ദാറ്റ് ഈസ് 45 minutes. 45 minutes എന്നാൽ അതിൻ്റെ ഡെസിമല് 0.75. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഡെസിമൽസ് എന്ന് പറയുന്നത്. സോ 15 minutes എന്നാൽ 0.25, 30 minutes എന്നാൽ 0.5 ആൻഡ് 45 minutes 0.45 minutes എന്നാൽ 0.75. അതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 5 hours 15 minutes. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എഴുതാം 5 hours 15 minutes എന്നാൽ 15 minutes എന്ന് പറയുമ്പോൾ 0.25 ആണ്. ഡയഗ്രാം നോക്കുക 0.25. സോ 5 hours 15 minutes നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം 5.25 hours. അതുപോലെ 4 hours 45 minutes. 45 minutes എന്നാൽ 0.75 ആണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം ഇറ്റ് ഈസ് 4.75 hours. സോ മെയിനായിട്ട് ഇത്രയും ഡെസിമൽസ് സാധാരണ ചോദിക്കാറുള്ള ഡെസിമൽസ് ഇതാണ്. പ്രധാനപ്പെട്ട ചോദിക്കാറുള്ള ഡെസിമൽസ് ആണിത്. ഇത് നമുക്ക് ഈ ഡയഗ്രാം വെച്ച് ഓർത്തിരിക്കാം. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം.
ദെൻ നെക്സ്റ്റ് സ്പീഡിൻ്റെ കൺവേർഷൻ ആണ്. സ്പീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് കിലോമീറ്റർ പെർ അവർ ഉണ്ട്, അതുപോലെ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കിതിനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈഡ് ബൈ ഇൻറ്റു 5/18. ഇനി നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ അതിൻ്റെ റിവേഴ്സാണ് അടുത്തത്. അപ്പോൾ കൺവേർട്ട് സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരുന്നത് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂഷ്വലി. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് മീനിങ് ഓഫ് കിലോമീറ്റർ പെർ അവർ ആൻഡ് മീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു മണിക്കൂറിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു. മീറ്റർ പെർ സെക്കൻഡ് എന്നാൽ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു. ഫോർ എക്സാമ്പിൾ 60 കിലോമീറ്റർ പെർ അവർ മീൻസ് അപ്പോൾ ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. 60 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? 2 × 60 ദാറ്റ് ഈസ് 120 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 അവറിൽ എത്ര കിലോമീറ്റർ? ഇപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്തത് 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 5 മണിക്കൂറിൽ എത്ര ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാം. 5 മണിക്കൂറിൽ 5 × 60 ദാറ്റ് ഈസ് 300 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1/2 അവറിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? ഇറ്റ് ഈസ് 1/2 into 60 it is equal to 1/2 into 60 it is equal to 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇനി സിമിലർലി മീറ്റർ പെർ സെക്കൻഡ് എന്നാൽ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു. ഇപ്പോൾ 60 മീറ്റർ പെർ സെക്കൻഡ് എന്നാൽ ഒരു സെക്കൻഡിൽ 60 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. Then for example, a car speed is 40 km/h. If you are traveling for 8 hours in the same speed, how much distance will you cover? So കാറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് 40 km/h ആണ് സ്പീഡ്. അതായത് ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8 അവേഴ്സിൽ ഇതേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 8 അവേഴ്സിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യും? അപ്പോൾ 8 അവേഴ്സ്, അപ്പോൾ ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 8 അവേഴ്സിൽ എത്ര ഡിസ്റ്റൻസ്, എത്ര ദൂരം ട്രാവൽ ചെയ്യും? 8 × 40 ദാറ്റ് ഈസ് 320 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ദെൻ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, അതായത് ഡ്രൈവിംഗ് എ പ്രോബ്ലം ഓഫ് ദ ടൈപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഡ്രൈവിംഗ് എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h. Car speed is reduced by 20 km/h. So reduced by, here it is reduced by. അപ്പോൾ നിലവിൽ 60 km/h ആണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ ഇറ്റ് ഈസ് reduced by 20 km/h. reduced by 20 km/h എന്ന് പറയുമ്പോൾ 20 km/h അത്രയും സ്പീഡ് കുറച്ചു. അപ്പോൾ ഇപ്പോഴുള്ള സ്പീഡ് അപ്പോൾ എത്രയായിരിക്കും? 60 - 20 ദാറ്റ് ഈസ് 40 km/h ആയിരിക്കും ഇപ്പോഴത്തെ സ്പീഡ്. Now the speed is 40 km/h. ഇനി അടുത്ത നോക്കാം. Here driving a car at a speed of 60 km/h. Car speed is reduced to 20 km/h. അപ്പോൾ here it is reduced to.
അപ്പോൾ 20 km/h റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ സ്പീഡ് എത്രയായിരിക്കും? 20 km/h. ഇവിടെ 60 km ആയിരുന്നു, പക്ഷെ 20 km റെഡ്യൂസ് ചെയ്തു. ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 20 km/h. സോ നൗ ദ സ്പീഡ് ഈസ് എത്രയാ? 20 km/h. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഹിയർ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആദ്യത്തെ സ്പീഡിൽ നിന്ന് രണ്ടാമത്തെ സ്പീഡ് മൈനസ് ചെയ്യാം. റെഡ്യൂസ്ഡ് ബൈ, ഹിയർ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു. അപ്പോൾ എന്ത് ചെയ്യൂ? ആ സ്പീഡിലേക്കാണ് റെഡ്യൂസ് ചെയ്തത്. സോ എന്ത് ചെയ്യുക? ഫൈനൽ സ്പീഡ് ദാറ്റ് ഈസ് 20 km/h ആയിരിക്കും ഇപ്പോഴത്തെ സ്പീഡ്. ഇനി പ്രോബ്ലം ഓഫ് ദി ടൈപ്പ് നോക്കുക. 2 കാർ ട്രാവലിംഗ് ഇൻ ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ രണ്ട് സ്പീഡും തമ്മിൽ ആഡ് ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണം. ഓപ്പോസിറ്റ് തമ്മിൽ അട്രാക്ഷൻ. സോ നമുക്ക് ഓർത്തിരിക്കാം, ഇറ്റ് ഈസ് അഡീഷൻ. ആഡ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ആഡ്. ആൻഡ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ. സോ ഓർത്തിരിക്കാം, സെയിം ആണെങ്കിൽ സബ്ട്രാക്ഷൻ, ഓപ്പോസിറ്റ് ആണെങ്കിൽ അഡീഷൻ. ഇനി ഫോർ എക്സാമ്പിൾ സം പ്രോബ്ലംസ് ആണ്. നോക്കുക. എ കാർ ട്രാവൽസ് അറ്റ് 30 miles/hour for 2 hours. How far has it traveled? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ കാർ ട്രാവൽസ് അറ്റ് 30 miles/hour. ദാറ്റ് സ്പീഡാണ് തന്നിട്ടുള്ളത്. 30 miles/hour. ദാറ്റ് ഈസ് സ്പീഡ്. കാർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ ടൈം തന്നിട്ടുണ്ട്. 2 hours ആണ് ടൈം. അപ്പോൾ നമുക്ക് അവ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല അറിയാം. അതുപോലെ നമ്മൾ ആൻസർ, അതിൻ്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ആൻസറിൽ തന്നിരിക്കുന്ന യൂണിറ്റ് മൈൽസിലാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും എന്താണ്? 30 miles/hour for 2 hours. അപ്പോൾ ടൈം അവേഴ്സിലാണ്, സ്പീഡ് തന്നിരിക്കുന്ന യൂണിറ്റ് miles/hour ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ആൻസറിലും എന്താണ്? ആൻസറിലെ യൂണിറ്റ് നോക്കുക, ഇറ്റ് ഈസ് 1 miles ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. So D equal to, our formula is D equal to S into T ആണ്. D equal to S into T, and S is 30 miles/hour. So 30 miles/hour into 2 hour. അപ്പോൾ എത്രയായിരിക്കും? 30 into 2 it is 60, and miles/hour, here this hour cancel ചെയ്ത് കഴിഞ്ഞാൽ it is miles. So unit is miles. So distance is 60 miles. Then second question, a cyclist travels 45 miles in 3 hours. What is the cyclist speed? സോ ഇവിടെ സൈക്ലിസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 45 miles ട്രാവൽ ചെയ്തു ഇൻ 3 hours. 3 മണിക്കൂർ കൊണ്ട് സൈക്ലിസ്റ്റ് 45 miles ട്രാവൽ ചെയ്തു. വാട്ട് ഈസ് ദി സൈക്ലിസ്റ്റ് സ്പീഡ്? ഇവിടെ സ്പീഡാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കാം. ഡിസ്റ്റൻസ് ഇൻ മൈൽസ്. ഡിസ്റ്റൻസ് D equal to 45 miles, and time T equal to 3 hours ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിലുള്ള യൂണിറ്റ് നോക്കാം, miles/hour. സോ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സൊല്യൂഷൻ ഇസ് S equal to D/T, that is 45 miles divided by 3 hours. So 45 by 3, it is 15 miles/hour. Here it is our miles/hour. So 15 miles/hour. Then third question, a plane covers a distance of 1200 miles at a speed of 300 miles/hour. How long will it take to complete this journey? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ പ്ലെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 1200 miles ആണ് ഡിസ്റ്റൻസ്, ആൻഡ് സ്പീഡ് ഈസ് miles/hour. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? അതായത് നമുക്ക് കാണേണ്ടത് ടൈം ആണ് കാണേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ ടൈം ഈസ് ഇൻ അവേഴ്സ്. സോ വി ഹാവ്, അപ്പോൾ യൂണിറ്റ് അവറിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം? ഫോർമുല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. സോ ടൈം T equal to D/S, and it is equal to 1200 miles divided by 30 miles/hour. So this 1200 divided by 30, so it is 4, and miles and miles, this cancel, and this hour, that is 4 hour. So we have a time T equal to 4 hour.